എന്ത് മകളാണോ നിന്റെ വിളി കേട്ടി ജില്ലയിലുള്ള ആൾക്കാർ മുഴുവൻ വീട്ടിൽ വന്ന് കയറുമല്ല. ഒന്ന് പതുക്കെ, അയൽവാസികൾക്കൊക്കെ താമസിക്കണം ഇവിടെ. ഞാൻ വിളിച്ചാൽ സാധാരണ നിങ്ങൾ ഓണം വന്നു കഴിഞ്ഞാൽ കുടിച്ച എന്റെ അപ്പനെയല്ലേ വിളിക്കാറ്. ഇന്നിപ്പോ തൃക്കാക്കര അപ്പനെ വിളിച്ചു. ഒരു ചേഞ്ച് ഒക്കെ വന്ന ആരായാലും ചോദിക്കും. ഓ പണ്ട് നിങ്ങൾ എന്റെ അപ്പനെയല്ലേ വിളിക്കാറ്, ഇന്ന് നിങ്ങൾ പൂ വിളിച്ചു. അന്ന് ഞാൻ കള്ളും കുടിച്ചു പഞ്ചാബും വലിച്ചു നടക്കുമ്പല്ലേ. അപ്പൊ അന്ന് ഞാൻ ഇത് നോക്ക്, ഞാനൊന്ന് കള്ള കുടിച്ചു ഒരു അലവലാതായിട്ട് നടക്കായിരുന്നു. അപ്പൊ അന്നേരം സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ നീ കുത്തി കുത്തി പറയുന്നത്. ഞാൻ കുടിയൊക്കെ നിർത്തി നല്ല മര്യാദക്കാരനായിട്ട് നിൽക്കല്ലേ. നിനക്ക് എന്നോട് വല്ല കണക്കുണ്ടോ? എനിക്ക് ആദ്യം ദേഷ്യമുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ചേട്ടനോട് ഒരു ദേഷ്യം. അത് മതി, നിനക്ക് എന്നോട് കണക്കുണ്ടായിരുന്നാ മതി. അതെ, മറ്റേ അപ്പുറത്തോട്ടിൽ പിടിക്കാൻ വിളിച്ചിട്ടുണ്ടാ നമ്മുടെ കബീറിനെ വിളിച്ചിട്ടുണ്ട്, ഇക്കെ വിളിച്ചിട്ടുണ്ട്, ഇത്ത മക്കൾ എല്ലാവരും വരും. പിന്നെ എന്റെ ദൈവത്തിനെ വിളിച്ചാ എന്നെ കൊണ്ട് കുടി നിർത്തി എന്റെ പാസ്വേഡ് വിളിച്ചിട്ടില്ല. ഉള്ളിലേക്ക് വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ട്. പിന്നെ അച്ഛൻ വരുമോ? ഇതാണ് നിനക്ക് എന്നോട് നടക്കാൻ മാറിയില്ല. നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്താ? ഇത് നമ്മുടെ അച്ഛൻ അങ്ങനെ പറ വരുമല്ലോ. കഴിഞ്ഞ വർഷം പുള്ളിയുടെ മുദ്രത്തിന്റെ ചവിട്ടിയതാണ്. അപ്പൊ കാലം എനിക്ക് മാപ്പ് പറയണം. നബിങ്ങൾ ഇവിടെ ആഘോഷിക്കും, ഞാൻ അകത്ത് പോയി സദ്യ റെഡിയാക്കാം. നീ വരണ്ട, ഇന്നത്തെ ദിവസം നീ ഫ്രീ ആയിട്ട് നടക്ക്. സദ്യ മുഴുവൻ എന്റെ വക. ഒരു 10 കൂട്ടം കറി, 2 കൂട്ടം പായസം, 3 കൂട്ടം ചോറ്. ചോറ് ഒരു കൂട്ടം മതിയല്ലേ? അപ്പൊ ചോറ് ഒരു കൂട്ടം. ഇതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പെട്ടെന്ന് വന്നോളാം. ഇപ്പൊ എത്തും. ഓടുവാ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയ. എന്തായാലും ഓണാഘോഷത്തിൽ എനിക്ക് ഭയങ്കര ആഘോഷം ദിനേശൻ കൂടി നിർത്തിയതാ. അത് കൊള്ളാം. രാവിലെ ജമീല കഞ്ഞിക്കൽ അടപ്പത്ത് വെച്ച് തീ കൊടുക്കാനും ദിനേശൻ വന്നത് ഇറക്കി വെച്ച് എന്നിട്ട് അടപ്പി വെള്ളമൊക്കെ ഒഴിച്ചു. ഒന്നും അവിടെ ഉണ്ടാക്കേണ്ടത് പറഞ്ഞേക്കണേ, എല്ലാം ഇവിടെ കൂടാതെ പറഞ്ഞ. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിനെങ്കിലും സുരന്തയുടെ കണ്ണീര് എനിക്ക് കാണണ്ടല്ലോ. അതെ, ചേട്ടന്റെ കൂടിയൊക്കെ നിർത്തി. പക്ഷെ സംശയം ഇങ്ങോട്ട് വിട്ടുപോയിട്ടില്ല. ആർക്കും സംശയം? ചേട്ടന്. എനിക്കെന്ത് സംശയം? അതെ, നിങ്ങൾ ആങ്ങളെ സംസാരിക്കും, ഞാനെന്ത് സംശയിക്കാനാ? ഇതിപ്പോ നീ പറയുന്നു അവള് പിള്ളേർ ഇപ്പൊ വരും. അവൻ എന്റെ അടുത്ത് നോക്കിയാണ് കുട്ടിക്ക് അല്ല അവള് പിള്ളേർക്ക് നിന്റെ ആങ്ങളെ നിന്റെ അടുത്ത് ഞാൻ എന്തിനു സംശയിക്കണം? നിന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് തോളത്ത് കഴിച്ചിട്ട് അല്ല അവളും പിള്ളേർ അവളും കൂടെ നിന്നോളും. എനിക്കൊരു ഇതുമില്ല. അച്ഛനുള്ള അവനെ നാട്ടിൽ അയ്യോ നിന്റെ അങ്ങനെ നീ മുന്നേറായിട്ട് എനിക്ക് സംശയം. ആറ്റി കൊടുത്തില്ലേ? ആറ്റി കൊടുക്ക്. കണ്ണക്കാലം കിട്ടാ. അതെ ഒരു മിനിറ്റ്, ഇത്തേന്തി അതിനാൽ കൂടുതൽ വിട്ടില്ല. തത്തല്ല ഇത്തേന്തി അവള് പിള്ളേര് ഇപ്പൊ വരുവാ. അപ്പൊ ഞാൻ അടിക്കോട്ടാ. അടിക്കോളാം. ആ 10 കൂട്ടം കാര്യം സംഭവം വെച്ചിട്ട് അടിക്കോളാം. ഒരുപാട് കാട്ടണ്ട. അവിടെ പിള്ളേര് ഇപ്പൊ ഒരു എന്നെ ആക്കും. അവിടെ പൊക്കും. ആ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ചെല്ലി ചെല്ലി ആക്കാൻ നോക്കും. എന്തായാലും നിന്റെ അപ്പനേലും വേണം. കുത്തിവെച്ചാൽ വെച്ചോടത്ത് നിന്നോളൂല്ല. നിന്റെ അപ്പനെ ഈ പാവകൾ കടകടകടകടാന്ന് കാണിക്കുന്ന ലോമുള്ള ഒരു ഒടിയാണൊന്നുമില്ല. അതെ, നമ്മ ഇത്തവണ വന്നേക്കണേന്ന് ചെറിയൊരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ഓണത്തിന് വന്നു കഴിഞ്ഞപ്പോ ദിനേശൻ നിന്റെ താലിവാല പൊട്ടിച്ച് കിണറ്റിലിട്ടാ. അവർക്കറിയില്ല. അപ്പൊ ഈ സാധനം ഇത്തവണ നമുക്ക് ആ മാലയെ കൊണ്ട് വേണം പോകാനായിട്ട്. ഞാൻ ഇത്തിരി ഇടണ്ട് തിരിഞ്ഞിരിക്കാന്ന് നീ പറഞ്ഞോ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റി വിട്ടോ. അല്ലേ ഇതാരാ? അത് ഞാനല്ലേ? അല്ല പിന്നെ ഫേസ്ബുക്കിലുണ്ടായിരുന്നില്ലേ? ഞാൻ സസ്പെക്ട് ചെയ്യാൻ നിന്റെ പേരെന്താണ്? കബീർ. നീ ആളുക പൂർവ്വം
ഫേസ്ബുക്കിൽ കേട്ടിരിക്കും അക്കൗണ്ട് ഇല്ലേ? അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് ബുക്ക് ഉണ്ട്. SBT ബാങ്കില് ഏത് അക്കൗണ്ട്? KK നടേശൻ 121 എന്റെ അക്കൗണ്ട് നമ്പർ. എന്നാലും ഞാൻ റെസ്പെക്ട് കൊടുത്തേക്ക്, റെസ്പെക്ട് ചെയ്ത പൈസ കൊടുത്തുള്ള ഒരു കളിക്ക് ഞാൻ നിൽക്കൂല. ഒന്ന് റെസ്പെക്ട് ചെയ്യലില്ല. ഈ കരുണാനിധിനെ ഓണത്തിന് വിളിച്ചിട്ടുണ്ടോ? വരാന്നില്ല എവിടെ? യഥാർത്ഥ നമ്മുടെ വിദേശന്റെ അളിയനാണ്. അളിയനല്ല, അമ്മായിച്ചൻ. ഇപ്പോൾ കൺഫ്യൂഷൻ ആണ്. മധുരം ദിനേശൻ. കഴിഞ്ഞ വർഷം ഞാൻ മദ്യപാനായിരുന്നു, പക്ഷെ ഇപ്പൊ മദ്യപാനമൊക്കെ നിർത്തി നല്ല മനുഷ്യനാണ്. അമ്മായിച്ച നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടം അച്ഛനാ കേട്ടാ. ഒരു കുഴപ്പമില്ല, ഇപ്രാവശ്യം ഞാൻ ഭയങ്കര മാന്യനാണ്. ഈ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാരണമേ ആരും അങ്ങോട്ട് വ്യക്തമല്ല. എല്ലായിടത്തും ഒരു പുക പോലെ. അവിടെ പോകാൻ അടുക്കളയിലാണ്. ആയിക്കോട്ടെ. അപ്പേ അമ്മായിച്ച് മാത്രമല്ല വന്നേക്കുന്നത്, അളിയൻ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പകർന്ന വീട്ടിലെ പയ്യനുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ട് ഓണാഘോഷിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഓണപ്പൂടൊക്കെ തരണം, എന്നിട്ട് നമ്മൾ പിരിയുന്നു. ശരി കേട്ടാ. നരേശ, ആ പല്ലപ്പട്ടി അലവലാതി ദിനേശ് വെള്ളവടി നിർത്തി എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? മനസ്സിലായോ? കഴിഞ്ഞ ഓണത്തിൽ അവൻ കാണിച്ചത് വെച്ച് ഓർത്ത് കഴിഞ്ഞാൽ അവനെ അടിച്ച് കൊല്ലണം, കൊട്ടേക്കും കൊടുക്കണം. പന്ന അലവലാതിക്ക് പരമനാരി സീമ പന്നി. ഞാൻ പറഞ്ഞ സത്യമല്ലോ, ഒന്ന് വാർന്ന് പറ. ഞാൻ ദിനേശനാണ്. അച്ഛൻ വന്നേക്കുന്നു. ഇതാരാ? അമ്മ എന്താ കൊണ്ടുവരാഞ്ഞ്? എന്റെ കൂടെ ഒരു പകുതി വരെ അമ്മയുണ്ട്. പിന്നെ എനിക്ക് അടുത്തടുത്തിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് അമ്മയല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ പങ്കരാക്ഷിയാണ്. ഇന്ന് തൊട്ടടുത്ത വണ്ടിയിൽ ഞാൻ തിരിച്ചു വിട്ട് അമ്മ വന്നോളും, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അച്ഛവിടെ ഇരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ആ കൊച്ചുപോലെ ചക്കിട പോലെ എന്തിന്? എനിക്ക് സ്കൂളിൽ പോവാതിരിക്കാനാ. നിന്റെ അപ്പനെ ഞാൻ കൊണ്ടുവരാടാ. ദിനേശ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഈ പരമനാറി നടേശനേക്ക് എന്തിനീ വീട്ടിനകത്തോട്ട് വിളിച്ചു കയറ്റി? എന്റെ അളിയനായതുകൊണ്ടല്ല. 1 കിലോ അരി കൂടുതലിട്ട് കഴിഞ്ഞാൽ ആലവലാതി അന്നും പറഞ്ഞു അത് ഞാൻ മനസ്സിലായി. അവനെ ഒന്ന് വീട്ടിൽ കയറ്റാൻ നിങ്ങൾ വാതൊന്ന് പറ. ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് വാതൊന്ന് പറ. ആ നടേശനാണ് ഞാൻ. എന്നെ കുറിച്ച് ഈ തെണ്ടിത്തരം മുഴുവൻ വിളിച്ചു പറഞ്ഞു. വെക്കട വെടികളെല്ലാം ഉന്നം തെറ്റി പോവുകയാണല്ലോ. എന്നെങ്കിലും ആ നെഞ്ചത്തിട്ട് ഞാനൊരു വെടി വെക്കും. അച്ഛാ, എത്ര നേരമായി വിളിക്കണം, ചായ കുടിക്കണ്ടേ? അയ്യോ, എന്തായാലും കൊള്ളാം. സുനന്ദ പോവരുത്. എടി, ഞാൻ ചോദിക്കണുണ്ടൊന്നും തോന്നരുത്. ഇപ്പോഴപ്പുറത്തെ വീട്ടിലെ പരനാറി കബീറിനെ കൊണ്ട് വല്ല ശല്യമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആരാ? കബീറ. കബീറ? ഹാപ്പി ഓണം. സെയിം ടു യു. വീട് എത്ര നേരമായി ഇവിടെ ഇരിക്കാന്നറിയോ? ഒരു അക്ഷരം വിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? ആരാണ്? അതിൽ ഏവളാണ് അതിന്റെ പുറത്ത് എലിയുള്ളൂ. അനങ്ങി എവിടെയെങ്കിലും ഇരി. എവിടെ കസേരട്ട് കൊണ്ട് വേണേ ഇരിക്കാൻ. ഓരോരുത്തർ വന്നിട്ടിരിക്കും, അവർ ചീത്തപ്പേരുണ്ടാക്കാം. പാസ്റ്റർ നാളെ വന്നിട്ടൊന്നും ഇട്ടാൽ മനസ്സിലായില്ല. അത് മനസ്സിലായില്ലേ? ഇല്ല. ദിനേശനെ കൊണ്ട് കുടി നിർത്തിച്ചില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ദിനേശന്റെ വീട്. ഈ ദിനേശൻ നേരത്തെ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ആകെ അലവലായിട്ട് നടക്കിയിരുന്നു. പക്ഷെ ഇന്ന് അത് സ്വഭാവം മാറി. അതായത് എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും അവൻ നല്ലൊരു കുടുംബജീവൻ നയിക്കുകയാണ്. ഇത് ഞാൻ നിന്നോട് പറയാനുള്ള കാര്യം. ഇനി മുതൽ നീ കഞ്ചാവും മദ്യവും ഉപയോഗിക്കരുത്. ദൈവത്തെ മാത്രം ഓർത്ത് വളർത്തണം കേട്ടോ. ഈ ലോകത്ത് ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ദിനേശൻ. അപ്പൊ നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം. വെറും 3 മണിന് വേണ്ടി മഹാബലി ഒറ്റിക്കൊടുത്ത വാറിന്റെ കിരാത പറവയ്ക്ക് മുമ്പിൽ ആഘോഷിക്കുന്ന ഓണത്തിന് എന്നെ ഓണം. ദിനേശ് പെട്ടെന്ന് പോകണം. ഇതാരാ വന്നേക്കുന്നത്? എന്റെ ദൈവം വന്നേക്കണം. കുടുംബത്തിൽ എല്ലാവരും സമാധാനം. എനിക്ക് ഇപ്പോഴാ സമാധാനം. എന്റെ ദൈവം വന്നാലും ഞാൻ സത്യ വിളമ്പൊന്ന് ഉറപ്പിച്ചു വെച്ചേക്കരുത്.
എല്ലാരും ഉണ്ടാടാ ഇവിടെയൊക്കെ? എല്ലാരും ഉണ്ട്. എങ്ങനെയുണ്ട് എന്റെ മരുവുണ്ടെന്ന ഓണപ്പുഴവ? അതവളുടെ അരിപ്പാവാനുണ്ട്. പിന്നെ അതെ, നമ്മളിങ്ങനെ എല്ലാവരും കൂടി നിന്നതല്ല. ഓണം നമ്മൾ അടിച്ചു പൊളിച്ച് അവിടെ നിന്ന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതിപ്പോ എന്താ പെട്ടെന്ന് ബഹളം കേട്ടെ? ഒരു ബഹളം കേട്ടല്ലേ? അതെന്ത് ദൈവം വന്നേക്കണം എന്റെ പാസ്റ്റർ ആണോ? പ്ലീസ് കേട്ടാ. നീ വന്നാ മോനെ. ഓണമാണ്, അന്യജാതി പട്ടികളെ വീട്ടിനകത്ത് കയറ്റല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? പിന്നെ എന്തോ നല്ല ആക്കിയെന്ന് വെച്ചിട്ട് പന്ന പട്ടിയെ പതിയെ വിട്ടത്. ഓണമല്ലേ? ക്ഷമിക്കാതെ പന്നപ്പായിട്ട് നിന്റെ അപ്പൻ ഭാസ്കരാണല്ലേ? അതെ സദ്യ എല്ലാം റെഡിയാണ്. ഇനി സദ്യ വേണം. സത്യം സത്യം ചേട്ടാ, പപ്പടം വാങ്ങാൻ മറന്നു. അയ്യോ പപ്പടം കുഴപ്പമില്ല, ബാക്കിയില്ലാണ്ടല്ല. അയ്യോ വേണം ചേട്ടാ, ഓണല്ലേ, പപ്പടം പഴം പായസമൊക്കെ വേണ്ടേ? അത് കുഴപ്പമില്ല, പപ്പടം ഇല്ല സദ്യ വിളമ്പാം. പപ്പടം വേണം. ഞാൻ പോയി പപ്പടം വെച്ചു. വേണ്ട. നിങ്ങൾ എന്റെ ഗസ്റ്റാണ്, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി പപ്പടം മേടിച്ച് പെട്ടെന്ന് വരാം. ആ സമയം കൊണ്ട് നിങ്ങൾ പായ കൊടുത്തും സദ്യ സെക്കൻഡ് ഉണ്ടാക്കി. അതെ കേട്ടാ? ഓക്കെ. ആകാശത്തിരിക്കുന്നവരെ ഇവര് പപ്പടം കിട്ടാറുണ്ട്. ഈ കാശ് കൊടുത്ത് ആർക്കും പപ്പടം കിട്ടും. അയ്യോ ദേ മാവേലി. മാവേലിയാ ഇതാ? സംശയിക്കണ്ട, നോം മഹാബലി തന്നെ. എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കിലാണല്ലേ. എന്താ സുരന്തേ, നിന്റെ സങ്കടങ്ങളെല്ലാം മാറിയില്ലേ? മാവേലിക്ക് എന്റെ പേരറിയോ? നിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രജകളുടെയും പേരുവിവരങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. സുനന്ദേ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ? പിന്നെ എനിക്കിപ്പോ വലിയ സന്തോഷായി. ദിനേശേട്ട കൂടിയൊക്കെ നിർത്തി. എന്നോട് മക്കളോട് എന്ത് സ്നേഹാന്നറിയാവോ? ദേ മാവേലി കണ്ടോ, നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഓണാഘോഷിക്കാം. അതും ദിനേശേട്ടന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ആഹാ, എന്നിട്ട് ദിനേശിന്റെ എവിടെ? ഇതാ പറയണ ഗുരുത്തം പങ്കെടുപ്പ് ഇലയും വലിച്ചോട്ട് പോകുന്നു. ഇപ്പൊ മഹാബലി വന്നപ്പോ അവന് പപ്പടത്തിന് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പോവാന്ന് പറഞ്ഞാണ് അലിയങ്ങോട്ട് വന്നു. എനിക്കതല്ല പേടി, അപ്പുറത്തവന്റെ കൂട്ടുകാരൊക്കെ ഇരുന്ന് ഇടന്ന് അടിക്കുന്നുണ്ട്. ഇനി അവനെങ്ങാൻ അതിനിടയ്ക്ക് വന്ന എന്റെ ഒരു പേടി. അടിക്കും, ദിനേശനടിക്കും. മദ്യം കണ്ടു കഴിഞ്ഞാൽ അവന്റെ തലകറങ്ങും. എനിക്ക് ഉറപ്പാണത്. നിങ്ങളൊന്നും മിണ്ടാതിരി, എന്റെ ചേട്ടൻ കുടിക്കൊന്നുമില്ല. എന്റെ കുഞ്ഞാട് ഒരിക്കലും വലുതെറ്റുകയില്ല. അവരെ സാത്താന്റെ കയ്യിൽ നിന്നും ഞാൻ മോചിപ്പിച്ചു കഴിഞ്ഞു. സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട. ദിനേശൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നാം കാണിച്ചു തരാം. ദാ കണ്ടോളൂ. എടാ ദിനേശ കൊട്ടോടി. ഓ, പപ്പടം മേടിക്കാൻ പോകുമ്പോ പുറകിന്ന് വിളിക്കണ. എടാ ഓണമൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ട് പോ. എന്ത് ഓണമല്ലേ രണ്ടെണ്ണം അടിച്ചിട്ട് പോവാൻ. എടാ നിനക്കൊക്കെ നാണാവൂല. ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി എന്റെ കുടുംബമായിട്ട് നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഓണം ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. നിനക്കും അതുപോലെയൊക്കെ വീട്ടിൽ പോയി ഓണം ആഘോഷിച്ച പോലെ. ഒരു മാന്യൻ. എടാ പോത്തെ, നിന്റെ വീട്ടിലെ തള്ള ഇപ്പൊ നോക്കിയിരിക്കും. നിന്നെ നോക്കി വേഗം പോയി വീട്ടിൽ പോലെ കഴിക്കാൻ നോക്കാം. ദിനേശന്റെ ലൈഫിൽ ഇനി മദ്യയില്ല. ആശ്വാസായി, ദിനേശ കുടിച്ചില്ല എന്തായി. ഞാൻ പറഞ്ഞില്ല എന്റെ അളിയാനെ കുടിക്കുന്നില്ല. അത് ഞാനാണ് പറഞ്ഞത്. വെറുതെ എന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് എന്നെ ദിനേശേട്ടൻ കുടിക്കില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയാണ്ട് പോയി സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ദിനേശേട്ടൻ പപ്പടമായിട്ട് അങ്ങോട്ട് എത്തിക്കോളുന്നേ. അത് ശരിയാ, ദിനേശ പപ്പടോട്ട് വരുമ്പോ നമുക്ക് സദ്യ അങ്ങോട്ട് വിളമ്പിയേക്കാം. അല്ലേ ദിനേശ വന്നല്ല. എടാ പപ്പടം ഇങ്ങോട്ടാ. പപ്പടം മാത്രമല്ല, നിനക്ക് പായസം ചോറ് തരണ പട്ടി. നിന്നോടൊക്കെ ഈ വേലിക്കകത്ത് കയറി പോലത്തെ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയെ ദിനേശ കുടി തുടങ്ങിയാ. നീ ഇവിടെ നടന്നു പോകുന്നത് തോന്നണ്ട. നിനക്ക് മാല വേണ? വേണ്ട 5 പവന്റെ മാല നിനക്ക് വേണ? വേണ്ട, എനിക്ക് എന്റെ ജീവൻ മതി. 10 പവന്റെ മാല നിനക്ക് ഏതാ? ഓടാ ഓടിക്കോളാം. ഓടാ. ഓടിക്കോളാം. തിരിഞ്ഞു നോക്കാൻ ഓടിക്കോളാം. നീ ആരാ? ഇങ്ങോട്ട് വാ. നീ എന്താണ് എന്റെ കുടുംബത്ത് വന്നത്? നിനക്ക് എന്നെ കുടി നിർത്തണ? ഇനി നീ ആദ്യം കുടി നിർത്തുവോ? എന്റെ വായ നിന്റെ ഊഞ്ഞാലാട്ടമല്ലേ? അവളെ പെങ്ങളാണ് ദിനേശ. ഏത് വകുപ്പിലാണ് നിനക്ക് അവള് പെങ്ങളായത്? എടീ, നിനക്ക് അവളെ ഊഞ്ഞാലാട്ടമല്ലേ? ചേട്ടൻ പറഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടാ. ഇതുവരെ നീ എന്നെ ഊഞ്ഞാലാട്ടിണ്ടാടി. അയ്യോ, ഞാൻ നിർത്തിക്കൂടി. എവിടെ നീ? നിന്റെ അച്ഛനെ വിളി. നമ്മുടെ അച്ഛനല്ലേ ചേട്ടാ? ഏത് വകുപ്പിലാണ് വെള്ളം കാക്ക പോലത്തെ മനുഷ്യൻ എന്റെ അച്ഛനാവണം? അയാൾ എവിടെ ചോദിച്ചത്? അകത്തുണ്ട്. അയാൾക്ക് വളരെ അകത്ത് പോയി കൊടുത്തതാ. നിന്റെ പായസം ഒരു ചോറും നിലത്തിരുന്ന് വരുന്നതല്ലേ കൂടി. എവിടെ നിന്റെ അച്ഛൻ? അകത്തുണ്ട് ചേട്ടാ. അകത്ത് കയറി ആ തൊലപ്പുറയെ ചവിട്ടി കൊന്നില്ലെങ്കിൽ എന്റെ പേര് നീ എന്നെ പട്ടി കിട്ടും. എടോ തൊലപ്പ. അളിയാ, അളിയാ, രണ്ട് സൈഡും പോയാ. അയ്യോ
മഹാബലി. ഇത് മഹാബലിയല്ല, ഏതോ ബാലക്കാരനാണ് സ്തോത്രം. നിങ്ങൾ എന്നോട് പരിഭവം വിചാരിക്കണ്ട. നോം യഥാർത്ഥ മഹാബലി തന്നെയാണ്. എന്നിട്ടാണോ മാവേലി എന്നോട് ഈ ചതി ചെയ്തത്? നാം എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് ചെയ്തെന്നാ? ദിനേശ കുടിക്കത്തില്ല എന്ന് മാവേലി ഞങ്ങൾ എല്ലാവരെയും കാണിച്ചു തന്നില്ലേ? എന്നിട്ട് കുടിയും കഴിഞ്ഞു വന്ന് ഇതെല്ലാം തല്ലിപ്പൊളിച്ചിട്ടേക്കണ മാവേലി കണ്ടില്ലേ? ദിനേശൻ പപ്പടം വാങ്ങാൻ കടയിലേക്ക് പോകുന്നതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ? പപ്പടം വാങ്ങി കടയിൽ നിന്ന് തിരിച്ചു വരുന്നത് കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചു. എങ്കിൽ അതാണ് കാണേണ്ടത്. മോനെ ഇതൊന്ന് തുറന്നേ, ഇതിന്റെ പിരിവെട്ടിപ്പോയി. പിരിവെട്ടിപ്പോയാ? ഇത്രയും പ്രായമായിട്ട് കുടിയൊന്നും നിർത്താറായില്ലേ? ഞങ്ങൾ ചെറുപ്പക്കാർ കുടിയൊക്കെ നിർത്തി. നിസ്സാര സംഭവം, മൂട്ടിലൊന്നും അടിക്കുക, ഇങ്ങനെ അങ്ങ് തിരിക്കുക, ഇത്രയുള്ള സംഭവം കേട്ടാ. ഓ അതെ, ഇത് ഡൂപ്പാണെന്നൊരു സംശയം. ഒറിജിനൽ ആണ്. അങ്ങനെ വരാൻ വഴിയില്ല. ഡൂപ്പായിരിക്കും ചിലപ്പോ. ഡൂപ്പാ ഒറിജിനൽ കുടിച്ചു നോക്കിയേ. ഡൂപ്പല്ലേ? ഇതെന്തു വർത്താനം പറയണത്? എനിക്ക് എത്തിയതാ ഒറിജിനല. ഓണം വന്നാലും വിഷു വന്നാലും ദിനേശിന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ചട്ടി തന്നെ ചോറ്. നീയൊന്നും ഇതുവരെ പോയില്ലടാ പട്ടികളെ. ഓടാ.